പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാൻ എൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണി. വന്നിരാശകൾ ദൂരെ അകറ്റുന്ന എൻ സ്നേഹരൂപനേ. ഇസ്രായേലിൻ നായകാ, നിന്റെ നല്ല ദൈവമേ. കാഴ്ചയായി ഞാനേകുന്നു എന്നെയും നിൻ സർവ്വവും. നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായകാ, എന്റെ നല്ല ദൈവമേ. കാഴ്ചയായി ഞാനേകുന്നു എന്നെയും നിൻ സർവ്വവും. നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. ഇസ്രായേലിൻ നായകാ, എന്റെ നല്ല ദൈവമേ. കാഴ്ചയായി ഞാനേകുന്നു നിന്നെയും എൻ സർവ്വവും. നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ അമ്മയുടെ, സ്വർഗീയ അമ്മയുടെ ജന്മതിരുനാൾ ഏറ്റവും ഭംഗിയായി ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണല്ലോ. അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം സ്വീകരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകം ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ: LK ജോസഫ് ആൻഡ് ഫാമിലി, ശരത് ജോസഫ് ആൻഡ് ഫാമിലി, നിവിയ ജോർജ്, ജോയൽ ഡിക്സൺ, അജിൽ സജി, ഡോൺ പൗലോസ്, അശോക് ഇബ്രാഹിം ആൻഡ് ഷൈനി, നിഖിൽ ജോസ് ആൻഡ് ഫാമിലി, ഇബ്രാഹിം ജോസഫ് MT ആൻഡ് ഫാമിലി, സാബു തോമസ് ആൻഡ് ഫാമിലി, ക്രിസ് ജോജോ, ജിംസി ജോസഫ്, ഹാൽബർ ആൻഡോ, സുജിത് പാപ്പച്ചൻ, എക്സ്ര സുജിത്, ഷാജി ജോൺ ആൻഡ് ഫാമിലി, ജൂബി ഉലകനൻ ആൻഡ് ഫാമിലി, ഏലിയാസ് PC ആൻഡ് ഫാമിലി, ജിപ്സൺ ആൻഡ് ആതിര, വിൽസൺ ആന്റണി ആൻഡ് ഫാമിലി, ഡാനി മാത്യു ആൻഡ് ഫാമിലി. ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മരിച്ചുപോയ ML സൈമൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കാം. സാധിക്കുമെങ്കിൽ കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ഈശോ തന്ന വലിയ കൃപയോർത്ത് പ്രത്യേകം നന്ദിയുള്ളവരാകാം. ഈ കൊറോണ കാലത്തും
ഇന്നേ ദിവസം പരിശുദ്ധ കുർബാനയിൽ അൽമനായെങ്കിലും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതിന് ഓർത്ത് നന്ദി പറയാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ സ്വർഗീയ മധ്യം സ്വീകരിച്ചുകൊണ്ട് മനസ്സിലും ശരീരത്തിലും ബുദ്ധിയിലും ഒരു പാപം പോലും ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാം. നന്ദിയുടെ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥിതനാം താരാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താരാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗ
സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതമിതിൽ ഭവിക്കണമേ സ്വർഗ്ഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപി നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ അങ്ങേക്ക് ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായി ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കഥാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന
അങ്ങയുടെ തിർക്കുമാന്യം സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലെങ്കിൽ ആറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്തിനീ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുജഹനും ബലവാനും അമിതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവുമുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോട് കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന അധ്യായം 17 വാക്യങ്ങൾ 15 മുതൽ 22 വരെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രഹാത്തോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു. 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവന് സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവരാക്കി. അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിപൂരിതയാ മാറാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സങ്കരവിരുതല്ലോ മാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിപൂജിതയാം മാറാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകൾ പകലുകളോ അവിരതമവിടുത്തി പകലുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിപൂജിതയാം മാറാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിന്നും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിപൂജിതമാ മാറാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിപൂജിതയാം മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവുമുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരടയാളവും കാണപ്പെട്ടു. ഇതാ, തീ നിറമുള്ള ഒരു മഹാവ്യാളി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളുടെയും ഇരുമ്പുദണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, പാടുന്നു ഹല്ലേലൂയ, 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 പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരെ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനോഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിൽ പോ. താതനുമതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടിടുന്നേ ഹല്ലേലൂയ, 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 പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1 വാക്യങ്ങൾ 1 മുതൽ 16 വരെ. അബ്രാഹത്തിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ ഈശോ മിശിഹായുടെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദ താമാറിൽ നിന്നുള്ള പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു. പേരസ് ഹെസ്രോന്റെയും പിതാവായിരുന്നു. ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അഭിനാദാമിന്റെയും പിതാവായിരുന്നു. അഭിനാദാബ് നക്ഷോന്റെയും പിതാവായിരുന്നു. നക്ഷോൻ സൽമോന്റെ പിതാവായിരുന്നു. സൽമോൻ റഹാബിൽ നിന്നുള്ള ബോബസിന്റെ പിതാവായിരുന്നു. ബോബസ് റൂത്തിൽ നിന്നുള്ള ഓബദിന്റെ പിതാവായിരുന്നു. ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു. ജസ്സെ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബാവാമിന്റെ പിതാവായിരുന്നു. റഹോബാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ ജോസപ്പാത്തിന്റെ പിതാവായിരുന്നു. ജോസപ്പാത്ത് യോറാമിന്റെ പിതാവായിരുന്നു. യോറാം ഓസിയായുടെ പിതാവായിരുന്നു. ഓസിയ യോദാമിന്റെ പിതാവായിരുന്നു. യോദാം ആഗസിന്റെ പിതാവായിരുന്നു. ആഗാസ് ഹെസക്കയുടെ പിതാവായിരുന്നു. ഹെസക്കിയെ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിന്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള
യക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള സലാത്തിയേലിന്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സെറോബാബേലിന്റെ പിതാവായിരുന്നു. സെറോബാബേൽ അബിയൂദിന്റെ പിതാവായിരുന്നു. അബിയൂദ് എലിയാക്കിമിന്റെ പിതാവായിരുന്നു. എലിയാക്കിം ആസോറിന്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിന്റെ പിതാവായിരുന്നു. സാദോത്ത് അക്കീമിന്റെ പിതാവായിരുന്നു. അക്കീം എലിയൂദിന്റെ പിതാവായിരുന്നു. എലിയൂദ് എലിയാസറിന്റെ പിതാവായിരുന്നു. എലിയാസർ മാത്താന്റെ പിതാവായിരുന്നു. മാത്താൻ യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. ഈശോയില് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം ഈശോയുടെ വംശാവലി ഒരു ആൽബമാണെന്ന് പറയാം. കുറേ പിതാക്കന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കും, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഈ പേരുകളൊക്കെ വായിക്കുക എന്ന്. നമുക്കറിയാം, ആ ചരിത്രം, ആ പിതാക്കന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞ് നമ്മുടെ ഓർമ്മയിലൊന്നുകൊണ്ട് വരുത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ എന്നൊക്കെ പറയുമ്പം നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതലുള്ള നമ്മുടെ വാട്സപ്പ് സന്ദേശങ്ങൾ, മെസ്സേജുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനകൾ ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എന്തോ ഒരു പ്രത്യേക അടുപ്പം നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്കുണ്ട്. അതിൻ്റെ തെളിവാണ്, നമുക്കറിയാം, എല്ലാ വർഷവും ഈ കൊറോണ കാലത്താണെങ്കിൽ തന്നെ നമ്മുടെ അമ്മമാരുടെ നേതൃത്വത്തിൽ കൊണ്ടുചെല്ലാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ പള്ളിയിൽ വരാനും വീട്ടിലായിരുന്നുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാനുമൊക്കെ ശ്രമിക്കുക. കാരണം അമ്മയെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ ചങ്കിൽ നിൽക്കുന്ന, ചങ്കിൽ സൂക്ഷിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു മഹനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പം പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പം ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം, നമ്മുടെ എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ. വേദനിക്കുന്നവരുടെ, അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവരുടെ, ദുഃഖം അനുഭവിക്കുന്നവരെ എല്ലാവരുടെയും ആ ദുഃഖം മാറ്റാൻ, എല്ലാവരെയും സന്തോഷമുള്ളവരാക്കി കാണാനായിട്ടാണ് അമ്മ മേരി ആഗ്രഹിക്കുക. ജോൺ കൈഡ്സിൻ്റെ കാത്തിരിക്കുന്ന അമ്മ എന്ന പേരിലുള്ള ഒരു കവിതയുണ്ട്. ആ കവിതയുടെ ഇതിവൃത്തം, ആശയം ഇപ്രകാരമാണ്. പട്ടാളത്തിൽ ജോലി ചെയ്യുന്നൊരു മകൻ ഒരു ദിവസം പെട്ടെന്ന് യുദ്ധത്തിൻ്റെ ഇടയിൽ മരിക്കുന്നു. ആ വാർത്ത അമ്മനെ അറിയിക്കാനായിട്ട് ആർമിയിൽ നിന്ന് കുറേ ആളുകൾ, ഈ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുക, അമ്മയുടെ അടുത്ത് വരുന്നു. അമ്മയുടെ ആ പ്രസന്നതയും മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ തീഷ്ണതയും ഒക്കെ കണ്ടിട്ട് മകൻ്റെ മരണവാർത്ത അറിയിക്കാൻ പോയ ആർമി ഉദ്യോഗസ്ഥൻ അമ്മയോട് ആ കാര്യം പറയാതെ തിരിച്ചു പോകുന്നതാണ് അതിൻ്റെ ഇതിവൃത്തം. നമുക്കറിയാം, അമ്മമാരെല്ലാം കാത്തിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്വർഗീയ അമ്മ കാത്തിരിക്കുന്ന അമ്മയാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മമാരെ മനസ്സിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരിക. എൻ്റെ അമ്മ കാത്തിരിക്കുന്ന അമ്മയാണ്. ഞാൻ വഴിതെറ്റിപ്പോയാലും, മാർക്ക് കുറഞ്ഞാലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയാലും, അപ്പൻ എന്നെ ദേഷ്യത്തോടെ കാണുമെങ്കിലും, എൻ്റെ സഹോദരങ്ങൾ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ തന്നെ പെറ്റമ്മയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞ ഞാൻ മടങ്ങി വരുന്നത് നോക്കി കാത്തിരിക്കുന്നവനാണ് എൻ്റെ അമ്മ. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗീയ അമ്മയും കാത്തിരിക്കുന്നവരാണ്. അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ കാത്തിരിക്കുന്ന അമ്മ എന്നുള്ള ഒരു ചിന്തയിൽ പരിശുദ്ധ അമ്മയിലേക്ക് തിരിയാൻ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൊറോണ കാലത്തും ഏതെങ്കിലും രീതിയിൽ പാപത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കടമകൾ നിറവേറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ,
ഒരു മനസ്സ് തിരിഞ്ഞ് ഒരു തിരിച്ചറിവ് വന്ന് കാത്തിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് തിരികെ പോകുമ്പം ഈ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്വർഗീയ അമ്മയ്ക്ക്. അതുകൊണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഈശോയെ നീ എനിക്ക് തരണേ, അമ്മേ മാതാവേ, അതിനുവേണ്ടി നീ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാക്കാം, ഡോൺ ബോസ്കോയുടെ ദൈവവിളിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു അച്ഛനാകാനായിട്ട് ഡോൺ ബോസ്കോ സാധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോൺ ബോസ്കോയുടെ അമ്മച്ചി തന്നെയായിരുന്നു. അമ്മച്ചിയുടെ ആ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ പ്രത്യേകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോൺ ബോസ്കോ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരു അച്ഛനായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുരോഹിതനായി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ അമ്മ എന്നെ അതുപോലെ എന്നെ സഹായിക്കുന്നു. എനിക്ക് വേണ്ടി രാപകല് ദൈവപിതാവിനോട് മാധ്യസ്ഥപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവവിളിയിലായിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം നമുക്കറിയാം വൈദികരുടെയൊക്കെ മധ്യസ്ഥയും പരിശുദ്ധ അമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഈ കൊറോണ കാലത്ത് മാതാവിൻ്റെ ഫീസ്റ്റ് ആഘോഷിക്കുമ്പം ഡോൺ ബോസ്കോയുടെ അമ്മച്ചിമാർ ചെയ്തതുപോലെ ലോകം മുഴുവനുമുള്ള എല്ലാ വൈദികർക്കും വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടാകട്ടെ എന്നുള്ളൊരു ചിന്തയാണ് പ്രത്യേകിച്ച് ഈ ഡോൺ ബോസ്കോയുടെ ചരിത്രം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡോൺ ബോസ്കോയുടെ അമ്മച്ചിമാരെ പോലെ ഇന്ന് ഈ പള്ളിയിൽ വന്നിട്ടുള്ള, അതുപോലെ തന്നെ വീട്ടിൽ ആത്മനാ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ അമ്മമാരും ലോകം മുഴുവനുമുള്ള പുരോഹിതർക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. കാരണം ഇന്ന് ഈ കൊറോണ കാലത്ത് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന, ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന എല്ലാ പുരോഹിതർക്കും ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും നമുക്ക് ഒത്തൊരുമിച്ച് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് എല്ലാ വൈദികരെയും കാത്തുപരിപാലിക്കണമേ. അവരുടെ റെസ്പോൺസിബിലിറ്റി ഏത് മേഖലകളാണെങ്കിലും അത് 100% ആകാൻ അവരുടെ കുറവുകളെ നിറവുകളാക്കണമെന്ന് അമ്മ മാതാവിനോട് പ്രത്യേകം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുരസ്യ പുണ്യവതിയുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും 2015 മാർപ്പാപ്പ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ആ അപ്പച്ചനെയും അമ്മച്ചിയെയും ഒക്കെ ഉയർത്തി. അത് കഴിഞ്ഞ് റോമിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ അവരുടെ ഒരു ഫോട്ടോ വെക്കും ഫ്രെയിം ചെയ്ത്. പോപ്പ് തന്നെ, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ തന്നെ ഒരു വാക്ക് എഴുതി വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. അവർ വിശുദ്ധരായി ജീവിച്ചു, അവരുടെ മക്കളെയും വിശുദ്ധിയിലേക്ക് അവർ നയിച്ചു. ഈ വാക്ക് അവിടെ എഴുതി വെക്കണമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, കൊച്ചുരസ്യ പുണ്യവതിയുടെ അപ്പനെയും അമ്മയെയും വിശുദ്ധ പദവിയിലേക്ക് പോപ്പ് അണയിച്ചു കഴിയുമ്പം അതിൻ്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് ഇപ്രകാരമാണെങ്കിൽ, പ്രത്യേകിച്ച് ആ വാക്കിന് പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ അപ്പനും അമ്മയും ശ്രദ്ധിക്കേണ്ട ചില കടമകളുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു അപ്പൻ്റെയും അമ്മയുടെയും കടമ സ്വയം വിശുദ്ധരാകുക, തങ്ങളുടെ സ്നേഹത്തിൻ്റെ പൂർത്തിയായ അല്ലെങ്കിൽ പൂർത്തീകരണമായ മക്കളെ വിശുദ്ധ പദവിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഓരോ അപ്പൻ്റെയും അമ്മയുടെയും പ്രഥമ ഘട്ടമ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം കൊച്ചുരസ്യ പുണ്യവതിയുടെ അപ്പൻ്റെയും അമ്മയുടെയും അതേ കടമ തന്നെ ഇന്ന് ഈ നമ്മുടെ ഇടവകയിലെ എല്ലാ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വിശുദ്ധരാകുക, എല്ലാ മാതാവും പിതാവും വിശുദ്ധരാകുക, നിങ്ങൾക്ക് ദൈവം ദാനമായി തന്ന മക്കളെ വിശുദ്ധരാക്കുക. ആ കടമ ചെയ്തുകൊണ്ട് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാൻ തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം സ്വീകരിക്കാം. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഒത്തിരി മാർപ്പാപ്പമാരെ നമുക്കറിയാം. പ്രത്യേകിച്ച് സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡിൻ്റെ ജീവചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകം കാണുന്ന കാര്യമാണ്, അമ്മ മാതാവിൻ്റെ തിരുനാളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്
ബർത്ത്ഡേ ഒക്കെ ആകുമ്പം സെപ്റ്റംബർ 8-ാം തീയതി പോപ്പ് ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ആ ഫീസ്റ്റ് ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ റോമിലുണ്ടായിരുന്ന സമയത്തൊക്കെ പോപ്പിനെ കാണാനും പ്രത്യേകിച്ച് ആ ഫീസ്റ്റിലൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. ഒരു പ്രാവശ്യം ഞങ്ങൾക്കുള്ള ആ ടോക്കിൻ്റെ സമയത്ത് പോപ്പ് ഇപ്രകാരം പറഞ്ഞതായിട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയാണ്. കാരണം അമ്മ മാതാവിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് അമ്മ മാതാവ് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ഒറ്റ വാക്ക് പോപ്പ് പറഞ്ഞത്, എൻ്റെ വഴികാട്ടിയും മാതൃകയും പരിശുദ്ധ അമ്മയാണ് എന്ന് ആ ടോക്കിൻ്റെ സാരം, സന്ദേശം എന്ന് വേണേൽ പറയാം. അമ്മയുടെ ഫീസ്റ്റ് ആഘോഷിക്കുമ്പം നമ്മുടെ മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് മാതാവിനെ ഇവിടെ എടുത്തു വെച്ചു. അമ്മമാരൊക്കെ വലിയ പാട്ടുകൾ പാടി അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നു, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പിന്നിലെ ഏറ്റവും കാതലായ ആശയം നമ്മുടെ വഴികാട്ടിയും മാതൃകയും പരിശുദ്ധ അമ്മയാണ് എന്നുള്ളൊരു വലിയ ബോധ്യമാണ് തരിക. അതുകൊണ്ട് പോപ്പ് തന്ന ആ വലിയ സന്ദേശം, അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ മനസ്സ് സൂക്ഷിക്കാം. എൻ്റെ വഴികാട്ടിയും എൻ്റെ മാതൃകയും എൻ്റെ സ്വർഗീയ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലാക്കാം. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും മനോഹരമായ ബെനഡിക്റ്റിൻ്റെ തന്നെ ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ ഒരാശയമുണ്ട്. അത് ഇപ്രകാരമാണ്: നമ്മുടെ സ്വർഗീയ യാത്രയിൽ നമ്മൾ തനിയെ പോയാൽ ഒച്ചിനെ പോലെ പതുക്കെ നമുക്ക് പോകാൻ പറ്റൂ. പക്ഷെ ഏതെങ്കിലും രീതിയിൽ പുണ്യവാന്റെയോ പുണ്യവതിയുടെയോ സ്വർഗീയ മധ്യസ്ഥം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലേക്കുള്ള യാത്ര വലിയ സ്പീഡിൽ ഓടിത്തന്നെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സെന്റ് ബെനഡിക്റ്റ് കൂട്ടിച്ചേർക്കുകയാണ്, അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നമ്മുടെ സ്വർഗീയ യാത്രയാണെങ്കിൽ പ്രത്യേകിച്ച് പറന്ന് സ്വർഗത്തിൽ ചെല്ലാനായിട്ട് സാധിക്കും. അത്രമാത്രം സ്പീഡോടുകൂടെ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുമെന്ന്. സ്നേഹമുള്ളവരെ, ഈ ചിന്തകളൊക്കെ നമ്മുടെ കൂട്ടിൽ വയ്ക്കുമ്പം കൂട്ടിവെച്ച് പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഒരു ചിന്തയും കൂടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊന്നുമല്ല. നമുക്കറിയാം, പെന്തക്കോസ്ത തിരുനാളിൽ അപ്പസ്തോലന്മാർ, ചിതറിപ്പോയ അപ്പസ്തോലന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ആ പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി അമ്മ പ്രാർത്ഥിച്ചപ്പം തീനാവുകളുടെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരുടെ ആ പേടി മാറ്റി അവർക്ക് ഒത്തിരി സന്തോഷം കൊടുത്തു, കൂടുതൽ തീക്ഷ്ണത നൽകി, കൂടുതൽ തമ്പുരാനു വേണ്ടി പ്രവർത്തിക്കാൻ, ഈശോയെ അറിയാത്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ, ഇന്നും ജീവിക്കുന്ന തമ്പുരാൻ ഏകരക്ഷകനായ ക്രിസ്തുവാണെന്ന് ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് പറയാൻ അവർക്ക് സാധിച്ചത് അമ്മ മാതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒറ്റ പ്രാർത്ഥനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അമ്മ മാതാവ് ഐക്യത്തിൻ്റെ പ്രതീകമാണ്. കാരണം ഐക്യമില്ലാത്തിടത്ത് അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമ്മളൊന്ന് സ്വീകരിച്ചാൽ ഐക്യമുണ്ടാകും. അതുകൊണ്ട് പ്രായോഗികമായി ചിന്തിക്കുക, ഐക്യമില്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിലോ എൻ്റെ ജീവിത പങ്കാളിയുടെ ഇടയിലോ എൻ്റെ മാതാപിതാക്കളുടെ ഇടയിലോ എൻ്റെ സഹോദരങ്ങളിലോ നമ്മുടെ കുടുംബ കൂട്ടായ്മയിലോ നമ്മുടെ ഇടവയാകുന്ന കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഐക്യത്തിൻ്റെ പ്രതീകമായ അമ്മ മാതാവിനോട് സ്വർഗീയ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രത്യേകം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. കാരണം ഈ ചിന്തകളൊക്കെ നമ്മളിന്ന് കൂട്ടിവെക്കുമ്പം ഏറ്റവും പ്രായോഗികമായ ചിന്തകളാണ് നമുക്ക് തന്നത്. ചില പുണ്യവാന്മാരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചറിഞ്ഞ അമ്മ മാതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പം കിട്ടിയ ചില നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സൂചിപ്പിച്ചത്. അമ്മ മാതാവിൻ്റെ, നമുക്കറിയാം, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കേണ്ട ആ കാര്യം എന്താണോ അതെൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ ആയിരിക്കുന്ന മേഖലകളിലും അച്ഛൻ ഈ പറഞ്ഞു വന്ന ഏതെങ്കിലും മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടതായ മേഖലകളുണ്ടെങ്കിൽ തിരുത്താൻ, പ്രാർത്ഥിക്കേണ്ടതായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ, ഐക്യപ്പെടേണ്ട മേഖലകളുണ്ടെങ്കിൽ ഐക്യപ്പെടാൻ അമ്മ മാതാവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഇന്ന് സ്വർഗത്തിൽ
നമുക്കറിയാം വലിയ പാർട്ടിയായിരിക്കും. നമ്മുടെ പുണ്യാന്മാരും പുണ്യവതികളും അതുപോലെ തന്നെ മാലാഖ വൃന്ദങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുമ്പം ഇന്ന് നമ്മൾ ഈ കാലവാടിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പം ഈ ഒരു നല്ല ചിന്ത നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റിയാൽ അമ്മ മാതാവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പിറന്നാൾ സമ്മാനമായിരിക്കും അത്, നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ സ്വർഗീയ മധ്യതം സ്വീകരിക്കാം. എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്നും സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്നും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദി മാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്നേഹപിതാവായി ദൈവമേ, ഉണ്ണീശോയുടെ വളർത്തുപിതാവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ മാർ യൗസേ പിതാവിൻ്റെ മാതൃക അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ദൈവം തങ്ങളെ ഭരമേൽപ്പിച്ച ജോലികൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേ പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായത്താൽ ഈശോയിൽ കേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. സ്നേഹ
നാഥനും അതുപോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറുസേപ്പിനെയും സാധരമൂർത്തിണ പാവനമീ വെളിയിൽ ഒന്നായി പാടിയിടട്ടെ ആമീൻ മാർത്തോമായേയും ദീനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉച്ചിതരായിടുവാൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും പിതാവും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുള്ള സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സകലം നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയൂസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഏകവും പരിശുദ്ധവും ശ്ലൈകവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപപോലെ മാമോദീസായും ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും ദൈവം തന്റെ വിശ്വം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ മകയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമറും റൂഹാദൻ സഹവാസവുമീ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരൻ. ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. അഗ്നിമേന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപയന്മാരോടും സാപ്രന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
മായുച്ച സ്വരത്തിലാവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. അവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും തന്നെ. ഉന്നത വീതിയിൽ ഹോശാന, കഥാവായ ദൈവമേ, സുഖഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദസ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിർണയത്തിൻ്റെ കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയും ജാതനായി നിമിത്തന അധീനരായവരെയും തെരുകുവാൻ നിമിത്തന വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കാം, പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് വെച്ച് അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മൾ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവന്ന് പാപമില്ലാതെ വിശുദ്ധമായ ചിന്തകളോടെ മനസ്സോടെ നമുക്ക് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ഈശോയുടെ മുമ്പിൽ നമുക്ക് ഉണർത്തിക്കാം, പ്രാർത്ഥിക്കാം. കഥാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകുളിയെത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇരു പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇരു പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായി ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അനുപ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മതപതിത്വോ ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു.
പാപികളായി ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്നകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയർഗമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ചവിധം അങ്ങയുടെ ജനത്തോടും എളിവനായ എന്നോടും വർദ്ധിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കേണ്ട തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവായ ദൈവമേ, എളിയവരും ബലഹീനരും ക്ലേശരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയത്തിനവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സുഖരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങളിൽ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിനു മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചനമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു.
എങ്കിലും സുത്യകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായ ഒപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ നിന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശ്വസിക്കുവാൻ ഞങ്ങളുടെ ആചാരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മലഗതിയേരും പ്രസന്നവദനം നിഷ്കലങ്കരമായി അപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെന്നവന്റെ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു,
ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടുത്തെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിൻ ശമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തെ നൽകണമേ.
അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മല്ലമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ നിറഞ്ഞ അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മൈന്യമുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നാറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഏതൊരു ആനന്ദവും ആശ്വാസവും പരിതരിച്ച ഭാവത്തിലേയും മൗഢവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്നതിൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശ്വാസത്തിൻ തികവിൽ നാം ദൈവപിതാവിനെ വാഴ്ത്തിയിടാം. നൽകി കന്യ മറിയത്തെ ദൈവം പുത്രനുമാറാവാൻ കുരിശിൻ സവിരെ നിൽക്കുമ്പോൾ നരവംശത്തിനുമാറാവാൻ മിശിഹാനാഥൻ നൽകുകയാ കനിവാൻ കന്യ മറിയത്തെ. സ്ത്രീകളിലെല്ലാം ധന്യസരാ റൂഖാതൻ കൃപയാൽ മറിയം സുധനുടെ കുരിശിൻ പിന്നാലെ യാകുലയായി നീങ്ങിയവൾ അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാൻ നരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ സ്തുതി. ഇന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്ന്. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനതിരുനാൾ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന. പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായെ, നിന്റെ മാതാവായി ലോക സൃഷ്ടിക്കു മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെ, പാപക്കറയേശാത്തെ വിശുദ്ധരായ വാക്യം മന്ന ദമ്പതികളിലൂടെ ജന്മം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിധിപിതാവിൻ്റെ പ്രിയപുത്രിയും പുത്രന്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന നിലയ്ക്ക് മറിയത്തെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെക്കാളും അലങ്കൃതയാക്കിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി
ഞങ്ങൾ അർപ്പിക്കുന്ന ഈ യാചനകൾ അങ്ങ് ദയാപൂർവം കേട്ടരുളയണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വീണ്ടും കർത്താവ് ആകാശത്തിനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നത്യമോ ഉള്ള ഒരു അടയാളം നീ എന്നോട് ചോദിച്ചു കൊള്ളുക. വീണ്ടും കർത്താവ് ആകാശത്തിനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നത്യമോ ഉള്ള ഒരു അടയാളം നീ എന്നോട് ചോദിച്ചു കൊള്ളുക. ആകാശ് പ്രതിവചിച്ചു, അത് ഞാൻ ചോദിക്കുകയില്ല, കർത്താവിനെ ഞാൻ പരീക്ഷിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രമിക്കുക, മനുഷ്യരെ അപമാനിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്റെ ദൈവത്തെ അപമാനിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. ഒരു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേൽ എന്നായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യാവതാര രഹസ്യത്തിൽ സഹകാരുണിയായി ദൈവപുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ അനാദി മുതലേ മറിയത്തെ തിരഞ്ഞെടുക്കുകയും അമലോത്ഭജനം നൽകി ധന്യമാക്കുകയും ചെയ്ത കർത്താവേ, മാമോദീസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. 8-ാം ദിവസത്തിലെ വിചിന്തനം. അവളുടെ മാസങ്ങൾ തികഞ്ഞപ്പോൾ ദൂതൻ അറിയിച്ചതുപോലെ അന്ന പ്രസവിച്ചു. സുതികർമ്മിണി അന്നയോട് പറഞ്ഞു, ഇതാ നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അപ്പോൾ അന്ന ഉദ്ഘോഷിച്ചു, എൻ്റെ ആത്മാവ് ഇന്ന് മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അന്നയ്ക്ക് തൻ്റെ വിശുദ്ധി നിമിത്തം യാതൊരു വിധത്തിലുള്ള വേദനയും അനുഭവപ്പെട്ടിട്ടില്ല. മറിച്ച് പാപമില്ലാത്തവളെ വഹിച്ചതിൻ്റെ ആനന്ദ പാരവശ്യം അനുഭവപ്പെട്ടു. 9-ാം ദിവസം കുടുംബാംഗങ്ങൾ എല്ലാവരും യോവാക്യമിൻ്റെ ഭവനത്തിൽ സമ്മേളിച്ചു. ദൂതൻ അറിയിച്ച പ്രകാരം യോവാക്യം കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ പിശാചിൻ്റെ തല തകർക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ധന്യസ്ത്രീയായ മാറാവെ, അനുദിന ജീവിതത്തിൽ പൈശാചിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ വിജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ലോകത്തിൽ നന്മ നിറഞ്ഞവളായി ദൈവം കണ്ടെത്തിയ പരിശുദ്ധമാറാവേ, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വസിക്കുന്ന സകലർക്കും അമ്മയായി ക്രിസ്തുനാഥൻ തന്നെ അന്ത്യസമാനമായി ഞങ്ങൾക്ക് നൽകിയ മാറാവേ, അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും കുരിശുകളും അമ്മയെ പോലെ സമചിത്തതയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അല്പസമയം നിശബ്ദതയിൽ ദൈവമാതാവിന്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, തിരുക്കുടുംബത്തിനാഥേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സമാധാനവും നിറയുന്നതിനും എല്ലാ ദമ്പതികളും തിരുക്കുടുംബത്തിലെ മാതൃകയെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം വിശ്വസ്തപൂർവ്വം നിർവഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്താനരഹിതർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും ഗർഭിണികൾക്ക് സുഖപ്രസവം ലഭിക്കുന്നതിനും എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണീശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നവരുമാനും ഞങ്ങളുടെ യുവതിയുവാക്കൾ യുവസഹജമായ ദുർഭവങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൽ ജീവിക്കുവാനും കുടുംബത്തിൽ നിർണ്ണയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ പങ്കാളികളെ ലഭിക്കുന്നതിനും
തൊഴിൽരഹിതർക്ക് ജോലി ലഭിക്കുന്നതിനും ഭവനരഹിതർക്ക് ഭവനം ലഭിക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനും ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും മാനസിക വേദനകളിലും ഉത്കണ്ഠകളിലും കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും വൈദികർക്കും സമർപ്പിതർക്കും ശിശുവിന്റെ മാർഗത്തിൽ ചലിക്കുന്നതിനും വേണ്ടി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. സമാപനാശീർവാദം അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹത്താലും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധിയായ കന്യകാമറിയത്തെ അവളുടെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് പരിരക്ഷിച്ച കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് നേർച്ച ബ്ലസ് ചെയ്യാം. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കരുണിവാനായ തമ്പുരാനെ, അമ്മ മാതാവിൻ്റെ ഈ ജന്മദിന തിരുനാളിൽ ഈ പള്ളിയിൽ കൊണ്ടുവന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളെ ആശീർവദിക്കണമേ. ഇത് ഞങ്ങൾ കഴിക്കുമ്പം ആത്മീയവും ശാരീരികമായ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറി വിശ്വാസത്തിൽ ആഴപ്പെടാൻ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവർക്കും അമ്മയുടെ തിരുനാളിൻ്റെ ബർത്ത്ഡേയുടെ മംഗളങ്ങളെ എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. ഒത്തിരി സന്തോഷത്തോടെ ഈ ദിവസങ്ങളിലൊക്കെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ അമ്മമാരെയും ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് 2 യൂണിറ്റിൻ്റെ റോസറിയും കൂടെയുണ്ട്. നമുക്കറിയാം സെൻറ്റ് തോമസ് യൂണിറ്റും സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റും 8 മണിക്ക് തന്നെ റോസറി ഉണ്ട്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് റോസറിയിൽ സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ